ശക്തന്റെ തട്ടകത്തിൽ വീണ്ടും ഒരു പൂരാവേശം. വിജയശ്രീലാളിതനായ സുരേഷ് ഗോപിയെ ആനയിച്ച് ബി.ജെ.പി. പ്രവർത്തകർ റോഡ് ഷോ നടത്തി. അയ്യന്തോളിൽ നിന്നും ബൈക്ക് റാലിയുടെ അകമ്പടിയോടെയാണ് യാത്ര ആരംഭിച്ചത്. ആയിരങ്ങളാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത്. ലക്ഷ്മി, ഒരു പൂരം കഴിഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിലുള്ളത്. നേരത്തെ തന്നെ ഇത് വൈകിട്ടോടുകൂടി തന്നെ ആരംഭിച്ച ഈ റോഡ് ഷോയിൽ അണിനിരന്നത് ആയിരക്കണക്കിന് ജനങ്ങൾ തന്നെയാണ്. എന്തായാലും ഇന്ന് ഉച്ചയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ സുരേഷ് ഗോപി അവിടെ നിന്നും നേരെ തൃശ്ശൂരിലേക്കെത്തി, കളക്ട്രേറ്റിലേക്ക് എത്തി, വിജയപത്രിക ഏറ്റുവാങ്ങി. അതിനു പിന്നാലെ അയ്യന്തോളിൽ നിന്നും ബൈക്ക് റാലിയോടുകൂടി ഈ റോഡ് ഷോ തുടങ്ങി. പിന്നാലെ മണികണ്ഠനാൽ പരിസരത്ത് എത്തിയപ്പോഴേക്കും നിരവധി ജനങ്ങൾ അദ്ദേഹത്തെ കാത്തവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ജനങ്ങളാണ്. അത് ബി.ജെ.പി. പ്രവർത്തകരും അതിലുപരി മറ്റ് നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളുമൊക്കെ ഈ റോഡ് ഷോയിൽ പങ്കെടുത്തു. തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല, മറ്റു ജില്ലകളിൽ നിന്നൊക്കെ നിരവധി പേരെത്തി. അതൊക്കെ തന്നെ വലിയ ആവേശം നൽകുന്നതാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കളും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ഡി. രമേശും ഒക്കെ ഈ ഒരു റോഡ് ഷോയിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അവർക്കൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ആത്മവിശ്വാസമാണ്. തൃശ്ശൂരിൽ ഇത് തുടക്കം മാത്രമാണ്, താമര വിരിയില്ലെന്ന് പറഞ്ഞവർക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ്. ഇനി എന്തായാലും മറ്റു മണ്ഡലങ്ങളിലേക്കും ഇതുപോലെ നമുക്ക് വിജയാഘോഷം ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് അവരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു റോഡ് ഷോ അത് ചരിത്രത്തിൽ തന്നെ ഇന്ന് വരെ തൃശ്ശൂർ ജില്ല കണ്ടിട്ടില്ലാത്ത അത്ര, കേരളം കണ്ടിട്ടില്ലാത്ത അത്രയും ആവേശകരമായിരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയശ്രീലാളിതനായി എത്തിയപ്പോൾ അദ്ദേഹത്തെ വരവേൽക്കുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. നിരവധി ജനങ്ങൾ അവരുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ താമര വിരിഞ്ഞിരിക്കുന്നു. ആ താമര വിരിഞ്ഞതിനു പിന്നാലെ സുരേഷ് ഗോപി ഇവിടേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ആവേശകരമായ സ്വീകരണം. ഇനി അദ്ദേഹം കർമ്മമണ്ഡലത്തിലേക്കാണ്. തൃശ്ശൂരിന്റെ മാറ്റം കൊണ്ടുവരുവാൻ വേണ്ടി, തൃശ്ശൂരിലേക്ക് വികസന പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലോട്ട് പോകുകയാണ്. മനോജാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.